ഹലോ. നേര് സീക്കിംഗ് ജസ്റ്റിസ് ശാന്തി മായാദേവിയും ജീത്തു ജോസഫും ചേർന്ന് തിരക്കഥ എഴുതി ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ സിനിമ. ഈ സിനിമ ഇന്ന് റിലീസായി. ഇന്ന് റിലീസാകുമോ എന്ന കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ടായിരുന്നു. കാരണം ദീപക് ഉണ്ണി എന്ന ഒരു എഴുത്തുകാരൻ ഈ കഥാതന്തു തൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചതാണ് എന്നൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കോടതി ആ കേസ് ഫയൽ സ്വീകരിച്ചു. എന്നാൽ നേര് സിനിമയുടെ റിലീസ് തടഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ സിനിമ ഇന്ന് റിലീസായത്. നേരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജീത്തു ജോസഫ് ഇത്തവണ കള്ളം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണ് ഈ സിനിമ. ആദ്യത്തെ 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ നടക്കുന്ന ക്രൈമും അതിലെ കൾപ്രിറ്റും നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതിനുശേഷം കോടതിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമയിലുള്ളത്. ഭൂരിഭാഗവും കോടതി വിചാരണയും കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളുമാണ് ഉള്ളത്. സിദ്ദീഖ്, പ്രിയാമണി, ഗണേഷ്, ജഗദീഷ്, അനശ്വര രാജ എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വിനായക് ആണ് എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രാഫി സതീഷ് കുറുപ്പ്, മ്യൂസിക് വിഷ്ണു ശ്യാം. ഇന്ത്യൻ പീനൽ സിസ്റ്റം അനുസരിച്ച് ഒരാൾ കുറ്റവാളിയാണ് എന്ന് നിസ്സംശയം തെളിയിക്കേണ്ടത് സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ ഉത്തരവാദിത്തമാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന കോൺസെപ്റ്റിൽ ബേസ് ചെയ്തുകൊണ്ടാണ് IPC ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ നിരത്തുന്ന തെളിവുകളും സാക്ഷികളുമെല്ലാം ശക്തമായിരിക്കണം. അതുതന്നെയാണ് കുറ്റവാളികൾക്ക് പിടിവള്ളിയാകുന്നത്. ഇവിടെയും കുറ്റവാളി അഥവാ കൾപ്രിറ്റ് ശക്തനാണ്, സമ്പന്നനാണ്. അയാൾക്ക് വേണ്ടി അപ്പിയർ ചെയ്യുന്ന അഡ്വക്കേറ്റ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ലോയേഴ്സിൽ ഒരാളാണ്. അഡ്വക്കേറ്റ് രാജശേഖർ എന്ന കഥാപാത്രത്തെ സിദ്ദിഖ് അതിഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്യുന്ന ഓരോ റോളും സംവിധായകൻ എക്സ്പെക്ട് ചെയ്യുന്നതിന് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ സിദ്ദിഖിന് എപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. അതേസമയം അദ്ദേഹത്തിന്റെ എതിരെ നിൽക്കുന്ന വിജയ് മോഹൻ എന്ന മോഹൻലാൽ കഥാപാത്രം വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യാതിരിക്കുന്ന ഒരാളാണ്. വർഷങ്ങളായി പ്രൊഫഷനിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളെ കൊണ്ടുവന്നാൽ ആ കഥാപാത്രത്തിന് കൂടുതൽ ഇമ്പാക്റ്റ് കിട്ടും എന്ന് തോന്നിയതുകൊണ്ടാണ് ജീത്തു ജോസഫ് വീണ്ടും വീണ്ടും അത്തരം കഥാപാത്രങ്ങളെ പരീക്ഷിക്കുന്നത്. ഇതിനു മുമ്പ് മെമ്മറീസിൽ പൃഥ്വിരാജ് ചെയ്ത കഥാപാത്രവും ഇതുപോലെ പ്രൊഫഷനിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളായിരുന്നു. പ്രിയാമണി അഡ്വക്കേറ്റ് രാജശേഖറിന്റെ മകളായിട്ട് അസിസ്റ്റ് ചെയ്യാൻ എത്തുന്നുണ്ട്. നമുക്കറിയുന്ന, നമ്മൾ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് അഡ്വക്കേറ്റ് രാജശേഖറും അഡ്വക്കേറ്റ് വിജയ് മോഹനും. എന്നാൽ അതിൻ്റെ ഒരു മടുപ്പും തോന്നിക്കാതെ ഓരോ മിനിറ്റും എൻഗേജിംഗ് ആയി ത്രില്ലർ അല്ലെങ്കിലും ത്രില്ലിംഗ് എലമെന്റ്സ് ഉള്ള ത്രൂ ഔട്ട് ത്രില്ലിംഗ് എലമെന്റ്സ് ഉള്ള സ്റ്റാർട്ട് ടു എൻഡ് എൻഗേജിംഗ് ആയ ഒരു സിനിമ. അതാണ് നേര്. സാറ എന്ന കഥാപാത്രമായി അനശ്വര രാജൻ ഗംഭീരമായ അഭിനയമാണ് കാഴ്ചവെച്ചത്. ആ കഥാപാത്രം കടന്നു പോകുന്ന ഇമോഷൻസ്, കണ്ടീഷൻസ്, സിറ്റുവേഷൻസ് എല്ലാം വളരെ ശക്തമായി, വളരെ മനോഹരമായി തന്നെ അവർ കണ്ണുകളിലൂടെ കൺവേ ചെയ്യുന്നുണ്ട്. നേര് എന്ന സിനിമയെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ലാലേട്ടന്റെ മടങ്ങിവരവാണ്. സത്യസന്ധമായി പറഞ്ഞാൽ അദ്ദേഹം എങ്ങും പോയിട്ടില്ലായിരുന്നു. അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശക്തമായ കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല എന്നൊരു കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈയിടെയായി ചെയ്തു വരുന്ന കഥാപാത്രങ്ങളെല്ലാം അമാനുഷികവും അനാവശ്യ ഗിമ്മിക്കുകൾ ഉള്ളതുമായിരുന്നു. എന്നാൽ നേരിലെ വിജയമോഹൻ സിമ്പിളാണ് ബട്ട് പവർഫുൾ ആണ്. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ റോൾ ക്യാരി ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാകും. ആന്റണി പെരുമ്പാവൂരിനെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നത് സിനിമ ഹിറ്റാക്കും എന്നൊരു സൂപ്പർസ്റ്റിഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആവണം ആദ്യത്തെ സീനുകളിൽ ആന്റണി പെരുമ്പാവൂർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വഴിപോക്കൻ, ചായക്കടക്കാരൻ തുടങ്ങി എക്സ്ട്രാ റോളുകളിലേക്ക് ആൾക്കാരെ കാസ്റ്റ് ചെയ്യുന്നതിൽ ജീത്തു ജോസഫ് വേണ്ടത്ര ശ്രദ്ധ പുലർത്തുന്നില്ലെന്ന് തോന്നുന്നു. ദൃശ്യം 2-ലായിരുന്നു ഇത്തരം കഥാപാത്രങ്ങളുടെ ക്യാമറയിൽ നോക്കി അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ അതിപ്രസരം കണ്ടത്. ഇതിലും ചില കഥാപാത്രങ്ങൾ ഒരു സീനിൽ വന്നു പോകുന്നതാണെങ്കിൽ പോലും അവരുടെ ആർട്ടിഫിഷ്യാലിറ്റി മടുപ്പുളവാക്കിയിട്ടുണ്ട്. അത് ചിത്രത്തിന്റെ ഓവറോൾ പെർഫോമൻസിന് ഒരു കല്ലുകടി ആയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. മുൻപ് ആദി എന്ന സിനിമയിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ CJ റോയ് ഗസ്റ്റ് റോളിൽ വന്നതുപോലെ ഈ സിനിമയിൽ ഷെഫ് സുരേഷ് പിള്ളൈ ഒരു സീനിൽ വന്നു പോകുന്ന റോളിൽ ഉണ്ട്. അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള താല്പര്യം കൊണ്ട് ജീത്തു ജോസഫ് അദ്ദേഹത്തിന് റോൾ കൊടുത്തതായിരിക്കാം. കുഴപ്പമില്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് പകരം ഒരു ആർട്ടിസ്റ്റിനെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് നേരിൻ്റെ വിശേഷങ്ങൾ. ആൻ എൻഗേജിങ് മൂവി വിത്ത് എ പവർഫുൾ സ്ക്രിപ്റ്റ്, അതാണ് നേര്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുടുംബസമേതം ടിക്കറ്റ് എടുക്കാം. ഹിറ്റ് ക്ഷാമം നേരിട്ടുകൊണ്ടിരുന്ന ലാലേട്ടൻ്റെ ഹിറ്റ് ക്ഷാമത്തിനൊരു അറുതിയായിരിക്കും നേര് എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു.